റോഡ് അപകടത്തിൽപ്പെട്ടവർക്ക് രാജ്യവ്യാപക പണരഹിത ചികിത്സാ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. അതനുസരിച്ച് അപകടത്തിൽപ്പെട്ടയാൾക്ക് ആദ്യ 7 ദിവസം പരമാവധി 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കും. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനം അനുസരിച്ച് ഈ മാസം 5 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വന്നു. റോഡ് അപകടങ്ങളിൽ കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന മരണം കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം റോഡപകടത്തിൽപ്പെട്ടവർക്ക് നിയുക്ത ആശുപത്രികളിൽ പണരഹിത ചികിത്സാ പദ്ധതി നടപ്പാക്കി കേന്ദ്ര സർക്കാർ. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനാപകട കേസുകളിൽ ഇരയ്ക്ക് ആദ്യ 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം അനുസരിച്ച് ഈ മാസം 5 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വന്നു. 1988 മോട്ടോർ വാഹന നിയമപ്രകാരമാണ് പദ്ധതി വിജ്ഞാപനം ചെയ്തത്. റോഡപകടങ്ങളിൽ സമയബന്ധിതമായ വൈദ്യസഹായം ലഭിക്കാത്തതിനാൽ വർഷം തോറും സംഭവിക്കുന്ന മരണങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മോട്ടോർ വാഹനം മൂലമുണ്ടാകുന്ന റോഡപകടത്തിനിരയാകുന്ന ഏതൊരു വ്യക്തിക്കും ഈ പദ്ധതിയുടെ വ്യവസ്ഥകൾക്കനുസൃതമായി പണരഹിത ചികിത്സ ലഭിക്കും. പോലീസ്, ആശുപത്രികൾ, സംസ്ഥാന ആരോഗ്യ ഏജൻസികൾ എന്നിവയുമായി ഏകോപിപ്പിച്ച ദേശീയ ആരോഗ്യ അതോറിറ്റിയായിരിക്കും പദ്ധതിയുടെ നിർവഹണ ഏജൻസി. NHAയ്ക്ക് കീഴിൽ എംപാനൽ ചെയ്യപ്പെട്ട സർക്കാർ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിൽ പണമടയ്ക്കാതെ അടിയന്തര ചികിത്സ ലഭിക്കും. ഈ പട്ടികയിൽ ഉൾപ്പെടാത്ത ആശുപത്രികളിലാണ് രോഗികളെ പ്രവേശിപ്പിക്കുന്നതെങ്കിൽ പ്രാഥമികമായി സൗജന്യ ചികിത്സ ലഭിക്കും. തുടർന്ന് പട്ടികയിലുള്ള ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റണം. ഒരു സംസ്ഥാനത്തിനോ കേന്ദ്രഭരണ പ്രദേശത്തിനോ വേണ്ടി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി സംസ്ഥാന റോഡ് സുരക്ഷാ കൌൺസിലായിരിക്കും. നിയുക്ത ആശുപത്രികളിൽ പ്രവേശനം, ചികിത്സ, അനുബന്ധ കാര്യങ്ങൾ എന്നിവ ദേശീയ ആരോഗ്യ അതോറിറ്റിയുമായി ഏകോപിപ്പിക്കുന്നതിന് കൌൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ ഡീറ്റെയിൽഡ് ആക്സിഡന്റ് റിപ്പോർട്ട് ആപ്ലിക്കേഷന്റെയും NHAയുടെ ട്രാൻസാക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെയും പ്രവർത്തനക്ഷമത സംയോജിപ്പിച്ച ഒരു IT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ പരിപാടി നടപ്പിലാക്കുക. ഈ പദ്ധതി പ്രകാരം ആശുപത്രികൾക്ക് എങ്ങനെ പണം നൽകും, ആശുപത്രികൾക്ക് പണം നൽകുന്നതിന് പാലിക്കേണ്ട നടപടികളെക്കുറിച്ചും പദ്ധതിയിൽ വ്യവസ്ഥയുണ്ട്. ഈ പദ്ധതി പ്രകാരം ഇരയെ ഡിസ്ചാർജ് ചെയ്ത ശേഷം ആശുപത്രി സംസ്ഥാന ആരോഗ്യ ഏജൻസി നിർദ്ദേശിച്ചിട്ടുള്ള രേഖകൾ സഹിതം പോർട്ടലിൽ ചികിത്സാ പാക്കേജിന്റെ ചെലവ് അടയ്ക്കുന്നതിന് ക്ലെയിം ഉന്നയിക്കാം. നിയമത്തിലെ സെക്ഷൻ 8(3) അനുസരിച്ച് സംസ്ഥാന ആരോഗ്യ ഏജൻസി ക്ലെയിം പൂർണ്ണമായോ ഭാഗികമായോ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യും. പോർട്ടലിൽ കാരണം രേഖപ്പെടുത്തുകയും നിയുക്ത ആശുപത്രിക്കും അത് ലഭ്യമാക്കുകയും ചെയ്യും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ആരോഗ്യ ആനുകൂല്യ പാക്കേജുകൾ പ്രകാരമാണ് ചികിത്സാ ചിലവുകൾ കണക്കാക്കുക. പദ്ധതിയുടെ നടത്തിപ്പ് നിരീക്ഷിക്കുന്നതിനായി റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയം സെക്രട്ടറിയുടെ കീഴിൽ 11-അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റിയും സർക്കാർ രൂപീകരിച്ചു. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ സിഇഒയും കമ്മിറ്റിയിൽ ഉൾപ്പെടും. റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി, ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി, ജനറൽ ഇൻഷുറൻസ് കൌൺസിൽ സെക്രട്ടറി ജനറൽ തുടങ്ങിയവർ അംഗങ്ങളായിരിക്കും. സ്റ്റിയറിംഗ് കമ്മിറ്റി വർഷത്തിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും യോഗം ചേരണം. പദ്ധതിയുടെ നടത്തിപ്പ് നിരീക്ഷിക്കുന്നതിനായി സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ഏതെങ്കിലും സംസ്ഥാന റോഡ് സുരക്ഷാ കൌൺസിലിൽ നിന്നോ അല്ലെങ്കിൽ പദ്ധതിയുടെ നടത്തിപ്പിലുൾപ്പെട്ട ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ ഉദ്യോഗസ്ഥനിൽ നിന്നോ വിവരങ്ങൾ തേടാവുന്നതാണ്. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഈ വർഷം ജനുവരിയിൽ നടന്ന സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്. और एक्सीडेंट होने के बाद तुरंत 24 घंटे के अंदर जैसे पुलिस में इंफॉर्मेशन जाएगी तो डॉक्टर जो होगा उसको, वो जो पेशेंट एडमिट होगा उसको 7 दिन तक ट्रीटमेंट का खर्चा या मैक्सिमम अप टू 1.5 लाख रुपए हम तुरंत देंगे उसकी ट्रीटमेंट के लिए. बाद में हीट एंड रन विक्टिम्स जो है उसमें भी मृत्यु होती है तो हम 2 लाख रुपए देंगे. इसके साथ साथ ये कैशलेस
ट्रीटमेंट में हमने पायलट प्रोजेक्ट कुछ राज्यों में किए, कुछ कमियां ध्यान में आई, उसको सुधार कर अब नए आदेश हम वितरित करेंगे और ये भी निश्चित रूप से उपयोगी होगा। ഏതു വിഭാഗത്തിലുള്ള റോഡിലും മോട്ടോർ വാഹനങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന എല്ലാ റോഡപകടങ്ങൾക്കും ഈ പദ്ധതി ബാധകമായിരിക്കുമെന്ന് പദ്ധതിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. റോഡപകടത്തിൽപ്പെട്ടവർക്ക് പണരഹിത ചികിത്സ നൽകുന്നതിനുള്ള പൈലറ്റ് പദ്ധതി റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയം 2024 മാർച്ചിൽ ആരംഭിച്ചിരുന്നു. ചണ്ഡീഗഡ്, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അസം, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലുമാണ് റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയവും ദേശീയ ആരോഗ്യ അതോറിറ്റിയും പൈലറ്റ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതിന്റെ തുടർച്ചയായാണ് രാജ്യവ്യാപകമായുള്ള ഈ പ്രധാന പദ്ധതി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. റോഡപകടങ്ങളിൽപ്പെട്ട് ദുരിതത്തിലാകുന്ന ആളുകൾക്ക് സമയബന്ധിതമായ ചികിത്സ ലഭ്യമാക്കാൻ ഈ പദ്ധതി വലിയൊരു സഹായമാകും.